ഹാപ്പി ജേണി എന്നോട് പറ. ഹാപ്പി ജേണി എന്ന് പറ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അവധി ഉച്ചക്ക് ചോറിനന്റെ സമയം കഴിഞ്ഞു എന്ന് പറയാം. കാരണം 1 മണിയായി. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കുക്ക് ചെയ്യാൻ പോകണുള്ളൂ. അരമണിക്കൂറിനുള്ളിൽ തീർക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ആണ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കുമ്പളങ്ങ ഒരു ചെറിയ പീസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് വിചാരിച്ചതിനൊരു കുമ്പളങ്ങ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊരു കറിയാക്കാം. പിന്നെ ഇത് നമ്മുടെ കോഴിന്റെ ചങ്കും കരളുമാണ്. കക്കാമ്പരന്റെയും കരളും ഉണ്ട്. കക്കാമ്പരന്റെ മാത്രം ഞാൻ സെപ്പറേറ്റ് എടുത്താലെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പൊ അത് കുറച്ചുള്ളൂ. ഫ്രൈ ചെയ്ത് വരുമ്പോ മുട്ടയുണ്ട് വരുമ്പോ കുറവുള്ള പോലെ തോന്നി. അപ്പൊ ഞാൻ പിന്നെ പറക്കണ്ട, ഒരു ഗ്രേവി പോലെയാണ് ഉണ്ടാക്കണേ കേട്ടാ. വറക്കണില്ല, ഗ്രേവി പോലെയാണ് ഉണ്ടാക്കണേ. കുഴപ്പമില്ലല്ലോ. ഗ്രേവി അല്ലാട്ടൻ ഉണ്ടാവും അറിയില്ല. അല്ലാണ്ട് ചേച്ചിയൊന്നും ഇവിടെ ഇല്ല. ഇച്ചിരി എടുത്ത് വെക്കാം. കൊറേ ഇല്ലാന്ന് കഴിക്കാൻ. കാരണം കൊറേ കക്കാമ്പൻ ഉണ്ടായില്ല. അന്ന് നമ്മളെത്ര 6 കോഴിനെ കണ്ടു കൊന്ന ആ ഒരു ഇതുള്ളൂ. കറി വെച്ച് വരുമ്പോ നാടൻ കക്കാമ്പരന്റെയാണ്. നാടൻ കക്കാമ്പൻ എങ്ങനെയാവും എനിക്ക് അറിയില്ല. അപ്പൊ എന്റെ സൗണ്ട് ഒന്നും ശരിയായിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ സൗണ്ട് ആയിരിക്കും. ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഒരു ഇങ്ങനെ ചിരട്ടയമ്മ അങ്ങനെ ഇട്ട് കാണിക്കുന്ന ഒരു സാധനം. അതിന്റെ പേരെന്നിട്ടാ ചിരട്ടയല്ല, ഈ പുള്ളുവമ്പാട്ടൊക്കെ പാടുമ്പോ ഉപയോഗിക്കുന്ന സാധനം. ആ ഒരു സൗണ്ടാണ് എനിക്കിപ്പോ ഉള്ളത്. ഓൾറെഡി ചോറ് കുറച്ച് വെച്ച് തിരുപ്പുണ്ട്, പക്ഷെ തികയില്ല. അപ്പൊ ഞാൻ വീണ്ടും അരി ഇട്ടു. പിന്നെ എഡിറ്റ് വന്നപ്പോ കുറച്ച് നേരം വൈകി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് കുറച്ച് ലേറ്റ് ആണ്. സാരില്ലല്ലേ, കാര്യമില്ല. പിന്നെ എല്ലാവരും എന്റെ ഇടയിൽ ഒരു ചെറിയൊരു ചായ കൂടി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആൽവിനുണ്ട് അവിടെ. ആൽവിനും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കാൻ പോകാൻ. അമ്മയാണ് നല്ല ഉറക്കാണ്. പിന്നെ അമ്മക്കിപ്പോ നൈറ്റ് ആയതുകൊണ്ട് അമ്മ വിളിച്ചാലും അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എനിക്ക്. അപ്പൊ എന്തായാലും ഞാൻ ചെയ്യാം. പകുതി കുമ്പളങ്ങി ഞാൻ മുമ്പ് എടുത്തു വെച്ചായിരുന്നാണ്ടാ. പിന്നെ അത് വേഗം തീർക്കണ്ടേ. ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയല്ലോ. ഇത് ഞാൻ ചാറുകറി വേണ്ടേ. അമ്മയ്ക്ക് ഇത് മാത്രമായിട്ട് കൊടുത്ത അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. അമ്മക്ക് ചമ്മന്തി ഉണ്ടാക്കും. എന്ത് കൊടുത്താലും അമ്മ ചമ്മന്തി പറയുള്ളൂ ലാസ്റ്റ്. ആണ്, എന്നാലും അമ്മയ്ക്കൊരു നമുക്കൊരു ഇതില്ല. അമ്മ കഴിച്ചില്ലെങ്കിൽ നമുക്ക് കൊടുക്കണ്ടേ. അല്ലാന്ന് ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാം. അമ്മ ഹാപ്പിയാണ് ചമ്മന്തിയിൽ. ചമ്മന്തി ഉണ്ടാക്കാം. കഴിച്ച അമ്മയ്ക്ക് ചിലപ്പോ ഇപ്പൊ 2 ദിവസമായിട്ട് അമ്മയ്ക്ക് എന്തോ ചെറിയൊരു സുഖമില്ലായ്മ ഉണ്ട്. ഒരു വയ്യായ പോലെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. എന്താണെന്ന് അറിയില്ല. പിന്നെ ഉറക്കം അമ്മയ്ക്ക് ആക്ച്വലി രാത്രി ഞാൻ പാത്രം എടുക്കട്ടെ കേട്ടാ. ഒരു മിനിറ്റ്. അമ്മയ്ക്ക് ആക്ച്വലി രാത്രി എന്ന് പറയുന്ന സമയത്ത് അമ്മയ്ക്ക് ഉറക്കമില്ല. രാത്രി എന്ന് പറയുന്ന സമയത്ത് അമ്മയ്ക്ക് ഉറക്കമില്ല. ഈ ചില ദിവസങ്ങളിൽ ഇപ്പൊ 2 ദിവസമായിട്ട് ആരെങ്കിലൊക്കെ വരും, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ അമ്മയുടെ ഉറക്കം ഡിസ്റ്റർബ് ആവും ഉച്ച നേരത്ത്. അപ്പൊ അമ്മ വിചാരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റാണ്ടാവുമ്പോ പിന്നെ ഉറക്കം ശരിയാവാണ്ടുള്ള ഒരു പ്രശ്നത്തിലാണ് അമ്മ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഫുഡ് കഴിക്കൽ ഇപ്പൊ 2 ദിവസമായിട്ട് ഭയങ്കര കുറവാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇനി ഒരു സവോള എടുത്തിട്ട് വരാം. അപ്പൊ ഒരു ചെറിയ സവോളയും ഒരു ചെറിയ ഇഞ്ചി കഷ്ണവും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മുടെ കുമ്പളങ്ങ മോര് കറി ഇല്ല കേട്ടോ. കുമ്പളങ്ങ തേങ്ങാപ്പാൽ പിഴിഞ്ഞ കറി. കുമ്പളങ്ങ തേങ്ങാപ്പാൽ കറി, മോര് കറി വേണേ വെക്കാം. പക്ഷെ മോരില്ലാത്തോണ്ട് മോര് കറി വയ്ക്കുന്നില്ല. ഇല്ലല്ലോ, അത് ഇത്തിരി ഉള്ളതല്ലേ. ഇച്ചിരി ഉള്ളൂ, വേണ്ട. അതിനുള്ളതില്ല. ആ കുപ്പിയിലത്തെ ഒരു പാടാണത്. ഉണ്ടാവുള്ളൂ, അത് പിന്നെ പോരാ. അപ്പൊ എന്തായാലും നമുക്ക് സവോളയും പിന്നെ ഇഞ്ചിയും ഇടണ്ടേ. പിന്നെ പച്ചമുളകും കറിവേപ്പില ഇല്ല. അപ്പൊ ഞാൻ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളേ. പിന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. പച്ചമുളകാണ് കൂടുതൽ ഇട്ടേക്കണേ. അയ്യോ അതെ, 1 2 ഒരെണ്ണം പകുതിയാക്കി എന്താ കാണിച്ചു തരണം. അങ്ങനെ എല്ലാം പറക്കി ഇനിയും ഉണ്ട് അതിൻ്റെ ഉള്ളില്. ഇത്ര മതി. ഓക്കെ, സന്തോഷമായ മാനസിക സന്തോഷം കിട്ടിയില്ലേ. ഉപ്പിട്ടില്ലായിരുന്നു. ഉപ്പും കൂടി ഇട്ടാൽ. ഇനി നമുക്ക് തേങ്ങ ഒന്ന് പൊതിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ഒന്ന് പൊട്ടിച്ച് 2ാം പാലും 1ാം പാലും കൂടി എടുത്ത് നമുക്ക് കറി വേഗം ചെയ്യാം.
അപ്പോൾ ആദ്യം ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് ഞാൻ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വഴറ്റാൻ വെച്ചേക്കാണ്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴൻ്റെ ഒന്ന് റെഡിയായിട്ട് നമുക്ക് ചെയ്യേണ്ട ഇടയിൽ കുമ്പളങ്ങക്കറിയുടെ കാര്യം കൂടി ചെയ്യാം. ഒന്ന് റെഡിയാവട്ടെ. അപ്പോൾ രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുമ്പളങ്ങനെ വേവിക്കാൻ വെച്ചേക്കാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടാൻ പോകുന്നത്. ഒന്നാമത്തെ കട്ടിയുള്ള തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് കുമ്പളങ്ങിക്കറിക്ക് വേണ്ടി. അപ്പോൾ ഇതൊന്ന് ആദ്യം തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിടാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള പൊടികളും ഇടാം. അപ്പോൾ മസാല ഇട്ടുവിട്ടാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. അധികം ചിക്കൻ മസാല ഇട്ടില്ല, ഗരം മസാലയാണ് കൂടുതൽ ഇട്ടേക്കണത് കേട്ടോ. പിന്നെ നമ്മുടെ ചങ്കും കരളും ഒക്കെ ഇടാം. ചങ്കും കരളല്ല, കക്കാമ്പരയും കരളും. ചിലവർ അതിനെ വട്ട് എന്നൊക്കെ പറയും, ചിലവർ ഇത് കഴിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങളവിടെ എങ്ങനെയാണെന്ന് പറയണേ, നിങ്ങളിത് കഴിക്കോ കഴിക്കില്ലേ എന്നൊക്കെ പറയണേ. പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് ഉപ്പൊക്കെ ഓക്കെ ആക്കി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇവിടെ കിടന്നൊന്ന് വെന്ത് റെഡി ആവട്ടെ. കുറച്ച് തിളപ്പിച്ചിട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കണം. പച്ചവെള്ളമായിട്ട് ഒഴിക്കണില്ല, അപ്പോൾ പച്ചവെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ ഇതിലേക്ക് ഒരു ഇത്തിരി തിളപ്പിച്ച വെള്ളം ഒഴിക്കും, എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. ഇവിടെ കുമ്പളങ്ങിക്കറിയിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. കുമ്പളങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ അധികം ഒന്ന് തിളപ്പിക്കാനല്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ ഓഫ് ചെയ്യും. അങ്ങനെ കറി താളിച്ച് വെച്ചുവിട്ടാ കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുമ്പളങ്ങക്കറി റെഡി. ഇവിടെ വരണ്ട് ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം വെന്തിട്ടുണ്ട്, എന്നാലും ഒന്ന് വരട്ടിയെടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അടച്ചെണ്ണ വെച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കും. പിന്നെ ഇതിലേക്ക് ഒരു അര തക്കാളിയും കൂടി ഇട്ടായിരുന്നു കേട്ടോ, ചെറിയൊരു പുളിക്ക് വേണ്ടി. അതുപോലെ തന്നെ ഇതിലേക്ക് തന്നെ ഒരു ഇച്ചിരി ചൊറുക്കുണ്ടല്ലോ, വിനാഗിരി ഒരു ഇച്ചിരി ഒഴിച്ചു, ലേശം വിനാഗിരി കുറച്ച്, അധികമല്ല, ലൈറ്റായിട്ട് ഒഴിച്ചു. അപ്പോൾ ഏകദേശം നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫുഡ് എടുക്കട്ടെ. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഫുഡ് റിവ്യൂ പറയൂ? നല്ലതാണ്, സൂപ്പറാണ്. പ്രത്യേകിച്ച് എനിക്ക് കക്കാമ്പരനേക്കാൾ കൂടുതൽ ഇഷ്ടമായത് ഇതാണ്. കുമ്പളങ്ങിയല്ല, പക്ഷെ ഓലന്റെ ടേസ്റ്റ്. അത് തേങ്ങാപ്പാൽ മാത്രം പിഴിഞ്ഞിട്ട് മസാല അധികം ഇല്ലാത്തോണ്ടാ. നല്ല രസമുണ്ട്, സൂപ്പർ. എങ്ങനെ ഉണ്ടാവില്ല? അവന് കക്കാമ്പരന്റെ ഇഷ്ടമാണ്. എന്തായാലും അനിലേട്ടന് എടുത്തു വയ്ക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ട് വന്നപ്പോ ഒരു സ്പൂൺ കൊടുക്കാനുണ്ടാവും അവർക്ക്, പക്ഷെ കുറച്ചും കൂടി വേണമായിരുന്നു സാധനം. എത്ര കോഴികൾ തട്ടണം ചേട്ടാ, എന്നാലേ കുറച്ച് കക്കാമ്പര കിട്ടുള്ളൂ. എന്നാലും ഫ്രഷ് കക്കാമ്പരൻ്റെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമായി ഗ്രേസ് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് മുകളിലേക്ക് പോയി കാണാം. അപ്പം ഇന്ന് ആൽവിൻ തിരിച്ചു പോണ ദിവസമാണ് കേട്ടോ. അപ്പോൾ അവനോട് ബായ് പറയാൻ വേണ്ടി മുകളിലേക്ക് പോയി കാണാം. ഇതുവരെ എത്തിയിട്ടില്ല, ബസ് വരാറായി. ഗ്രേസോ പറഞ്ഞാ ഹാപ്പി ജേണി പറഞ്ഞു? നീ ഇല്ലല്ലോ, നീ ബൈ ബൈ മാത്രല്ലേ പറഞ്ഞുള്ളൂ. ചെല്ല് ഹാപ്പി ജേണി പറഞ്ഞോ. ഓക്കെ, ബാഗ് എടുക്ക്. അനി വിളിക്കണ്ട മോളെ, അത് ഉറങ്ങിണ്ടായില്ലല്ലേ, അത് ഉറങ്ങട്ടെ. ജീവന് വിളിക്കണ്ട, അത് എനിക്ക്. അപ്പൊ നീ ബാഗൊക്കെ ഇട്ട് നിന്റെ ചെരുപ്പൊക്കെ ഇട്ട് പുറത്തുനിന്ന് ബസ് വരും. ബാ, വേണ്ട. ആൽവിൻ ചേട്ടാ, ആൽവിൻ ചേട്ടാ, ആൽവിൻ ചേട്ടാ, ആൽവിൻ ചേട്ടാ ഇവിടെ? ഹലോ, ഹാപ്പി ജേണി എന്നോട് പറ. ഹാപ്പി ജേണി എന്ന് പറ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ബൈ ബൈ, സീ യു.
കൊച്ചിന് വിഷമമുണ്ട്, ചെറിയൊരു വിഷമം. അറിയൂല. അറിയാം.